ഇന്ന് നമ്മൾ ചൈൽഡ്ഹുഡ് അപ്രക്സീവ് സ്പീച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയ ഡി ടി ഡി സിയെ കുറിച്ചും പ്രോംപ്റ്റിനെ കുറിച്ചുമാണ് കേൾക്കാൻ പോകുന്നത്. സോ എന്താണ് ഡി ടി ഡി സി? ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ടെമ്പറൽ ആൻഡ് ടാക്ടൈൽ ക്യൂയിങ് ആണ്. ഇത് ഡോക്ടർ എഡിത്ത് സ്റ്റാൻഡ് ഡെവലപ്പ് ചെയ്ത ഒന്നാണ്. സോ മൂവ്മെൻറ്റ് ഗെസ്റ്റേഴ്സിനാണ് ഇൻഡിവിജ്വൽ സൗണ്ട്സിനെക്കാട്ടിലും ഡി ടി ഡി സിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഡി ടി ഡി സിയിൽ ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്: സൈമിൾട്ടേനിയസ് പ്രൊഡക്ഷൻ, ഡയറക്റ്റ് ഇമിറ്റേഷൻസ്, ഡിലേഡ് ഇമിറ്റേഷൻ ആൻഡ് സ്പോണ്ടേനിയസ് പ്രൊഡക്ഷൻ. സോ വവൽസ്, പ്രൊസോഡി, ഫങ്ഷണൽ വേർഡ്സ് ആയിട്ടുള്ള അമ്മ, വേണ്ട, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഡി ടി ഡി സിയിൽ ആദ്യമേ എടുക്കും. സോ ക്യൂസ് നമ്മൾ കുട്ടികളുടെ സ്പീച്ച് ഇൻഡിപെൻഡൻ്റ് ആയി വരുന്നതനുസരിച്ച് നമ്മളതിൽ ഫെയ്ഡ് ചെയ്യും. സോ രണ്ടാമത്തേതാണ് പ്രോംപ്റ്റ്സ് ഫോർ റീസ്ട്രക്ചറിങ് ഓറോമസ്കുലേച്ചർ ഫോണറ്റിക് ടാർഗറ്റ്സ്. സോ ഇത് ഡെബോറ ഹൈഡൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതൊരു ടാക്ടൈൽ കൈനസ്തെറ്റിക് അപ്രോച്ചാണ്. അതായത് തെറപ്പിസ്റ്റ് ഹാൻഡ്സ് ഓൺ ക്യൂസ് നമ്മുടെ ജോസ്, ലിപ്സ്, ടങ്സ്, മൈലോഹയോഡ് പോർഷൻസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമ്മളെ കറക്റ്റ് പ്ലേസ്മെൻറ്റ് പഠിപ്പിക്കുകയാണ്. സോ ഇതൊരു 7 സ്റ്റേജ് മോട്ടോർ സ്പീച്ച് ഹൈറാർക്കി ഉണ്ട് ഇതിന്: ടോൺ, ഫോണേറ്ററി കൺട്രോൾ, മാൻഡിബുലാർ, ലേബിയോഫേഷ്യൽ, ലിംഗ്വൽ, സീക്വസ്റ്റ് മൂവ്മെൻറ്റ്സ്, പ്രൊസോഡി. പിന്നെ അതുപോലെ ഒരു 3 ഡൊമൈൻസും ഉണ്ട്: ഫിസിക്കൽ, സെൻസറി, സോഷ്യൽ എമോഷണൽ, കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്. ഇങ്ങനെയുള്ള ഡൊമൈൻസിലൂടെയാണ് നമ്മൾ ഇൻഡിവിജ്വൽസിനെ അവരുടെ മോട്ടോർ പ്ലാനിങ് പഠിപ്പിക്കുന്നത്. സോ ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മോട്ടോ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. രണ്ടിലും ടാക്ടൈൽ ക്യൂസ് യൂസ് ചെയ്യും. രണ്ടും ടാർഗറ്റ് മൂവ്മെൻറ്റ്സ് ആണ് ഇൻഡിവിജ്വൽ സൗണ്ട്സിനെക്കാട്ടിലും ഫോക്കസ് ചെയ്യുന്നത്. രണ്ടിലും ഇൻറ്റൻസീവായിട്ടുള്ള പ്രാക്ടീസ് വേണം. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള തെറപ്പിയും വേണം. സോ ഇത് തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടി ഡി സി ഗൈഡ് ചെയ്യും വെൻ ആൻഡ് ഹൗ ഫാസ്റ്റ് ടു മൂവ്. സോ പ്രോംപ്റ്റിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്താ? വെയർ ആൻഡ് ഹൗ ടു പ്ലേസ്. സോ ഡി ടി ഡി സി ടൈമിംഗ് ആണെങ്കിൽ പ്രോംപ്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. സോ ടുഗദർ ദേ ക്യാൻ മേക്ക് എ കംപ്ലീറ്റ് പ്ലാൻ. സോ ഡി ടി ഡി സിയുടെ കേസിലാണെങ്കിൽ ഡി ടി ഡി സിയിൽ നമ്മൾ ക്യൂസ് കൊടുക്കും: ഓഡിറ്ററി, വെർബൽ, വിഷ്വൽ, ടെമ്പറൽ, ടാക്ടൈൽ, പ്രൊസോഡിക് ക്യൂസ് എല്ലാം കൊടുക്കും. സോ മാക്സിമം ക്യൂസ് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികളുടെ സ്പീച്ചിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നതനുസരിച്ചാണ് നമ്മൾ ആ പ്രോംപ്റ്റ് അല്ലെങ്കിൽ ആ ക്യൂസ് ഫെയ്ഡ് ചെയ്തുകൊണ്ട് വരുന്നത്. സോ പ്രോംപ്റ്റ് ടെക്നിക്കിലും ഇതുപോലത്തെയുള്ള പ്രോംപ്റ്റ്സ് നമ്മൾ കൊടുക്കും. സർഫസ് പ്രോംപ്റ്റും, പാരാമീറ്റർ പ്രോംപ്റ്റും, കോംപ്ലക്സ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ വേർഡ് പ്രോംപ്റ്റ് എല്ലാം നമ്മൾ കൊടുക്കും. സോ ഈ പ്രോംപ്റ്റ് ടെക്നിക്കിൽ തന്നെ നമുക്ക് ഫെയ്ഡിങ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് എങ്ങനെ നമ്മൾ കൊടുക്കുന്ന മൂവ്മെൻറ്റ് ഗെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ക്യൂസ് എല്ലാം നമുക്ക് ഫെയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഡി ടി ഡി സി പോലെ തന്നെ നമുക്ക് പ്രോംപ്റ്റിലും ഉണ്ട്. സോ പ്രോംപ്റ്റും ഡി ടി ഡി സിയും നമ്മൾ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ കുട്ടികളുടെ സ്പീച്ചിൽ വെർബൽ റെസ്പോൺസിന് നമുക്ക് ഒരുപാട് ചേഞ്ച്